അപ്പോൾ ഇതാണ് നമ്മുടെ അവഗാഡോ. ഇത് പച്ച കളർ ഇരിക്കുന്നത് കണ്ടുകൊണ്ട് ഈ ഒരു കളറിലാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചപ്പോൾ കിട്ടിയത്. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് ഇന്ന് ഷേക്ക് ഉണ്ടാക്കാം, അവഗാഡോ ഷേക്ക്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇംഗ്ലീഷ് വേർഡാണ് അവഗാഡോ എന്നുള്ളത്, മലയാളത്തിൽ വെണ്ണപ്പഴമെന്നും എന്തോ ആണ് പറയുന്നത്. അപ്പം നമുക്ക് ഇന്ന് അവഗാഡോ വെച്ചിട്ട് അവഗാഡോ ഷേക്ക് ഉണ്ടാക്കാം. ആദ്യം തന്നെ നമുക്കിതിനെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇത് കഴുകിയെടുത്ത് നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പേരയ്ക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ നെടുകെ കട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ നടുക്കൊരു കുരുവുണ്ട്. ഏകദേശം ഒരു നല്ല വലിപ്പമുള്ളൊരു കുരുവാണ്. അതുകൊണ്ട് നമുക്കിങ്ങനെ റൗണ്ടിൽ വരഞ്ഞ് നെടുകെ പിളർന്നെടുക്കാനേ പറ്റത്തുള്ളൂ. അപ്പം നമുക്കിത് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് ആക്കി കഴിയുമ്പോൾ ഇതേ കണ്ടില്ലേ, അതിൻ്റെ നടുക്കൊരു വലിയ കുരുവുണ്ട്. ആ കുരു നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് ആ കുരു ഇളക്കി മാറ്റാം. അപ്പോൾ ഒരു അടയ്ക്കയുടെയൊക്കെ ഷേപ്പിലിരിക്കുന്ന ഒരു കുരുവാണ്, കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കുരു കേട്ടോ. എന്നിട്ട് നമ്മൾ മിക്സിയുടെ ജാറ് വെക്കുക. അതിലേക്ക് നമുക്ക് ഇതിനെ ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ട് നമുക്കിങ്ങനെ കറക്കി എടുത്ത് കഴിയുമ്പോൾ ഇത് ഫുള്ളായിട്ട് നമ്മുടെ സ്പൂണിലെങ്ങി പോരും. അപ്പോൾ അതിൻ്റെ നമ്മൾക്ക് കിട്ടിയ അവഗാഡോയുടെ ഇടയ്ക്ക് ഒരു ചെറിയ ഭാഗം കേട് വന്നിട്ടുണ്ടായിരുന്നു. ആ ഭാഗം ഒഴിവാക്കിയിട്ട് നമ്മൾ ഇതുപോലെ രണ്ട് സൈഡും നമുക്ക് ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ഐസ്ക്രീം കൂടെ ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ പഞ്ചസാര ചേർക്കാത്തതുകൊണ്ട് ഐസ്ക്രീം ആഡ് ചെയ്യുകയാണ്. അപ്പോൾ വൈറ്റ് കളർ ഐസ്ക്രീം ഒക്കെ, അതായത് വാനില മാത്രമുള്ളതൊക്കെ ആണെങ്കിൽ നല്ല ഈ അവഗാഡോയുടെ കളറിൽ തന്നെ കിട്ടും കേട്ടോ. നമ്മുടെ വാനില ചോക്കോ ഐസ്ക്രീം ആയിരുന്നു നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ചേർത്തോണ്ട് ആ ഒരു ചോക്ലേറ്റിൻ്റെ ആ ഒരു കളറിലായിരിക്കും നമ്മുടെ അത് വരുന്നത്. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് നട്ട്സ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് തേൻ ഒഴിച്ച് കൊടുക്കണം. മധുരത്തിന് പഞ്ചസാരയ്ക്ക് വരും നമ്മളൊരു 3-4 ടീസ്പൂൺ അളവിൽ തേൻ ഒഴിച്ച് കൊടുക്കണം. നമ്മുടെ ഐസ്ക്രീമിന് കുറച്ച് മധുരം ഉണ്ടല്ലോ, അപ്പോൾ അത്രയും തന്നെ മതിയാവും. എന്നിട്ട് നമ്മൾ മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിരിക്കുകയാണ്. ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. നമ്മൾ കട്ടപ്പാലാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ കട്ടപ്പാൽ കിട്ടാത്തതുകൊണ്ട് ലൂസായിട്ടുള്ള പാൽ തന്നെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കറക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് സെർവിങ് ഗ്ലാസ് വെക്കുക. തണുപ്പ് പോരാൻ തോന്നുകയാണെങ്കിൽ മാത്രം ഐസ് ക്യൂബ്സ് ചേർക്കുക. നമുക്കിപ്പോൾ അത്യാവശ്യം തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ചേർക്കുന്നില്ല. എന്നിട്ട് നമ്മുടെ അടിച്ച് വെച്ചിരിക്കുന്ന മിക്സ് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക, അടിപൊളിയായിട്ട് കുടിക്കുക. അപ്പം നല്ല അടിപൊളി ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അവക്കാടോ തന്നെ കഴിച്ചാൽ എനിക്ക് അത്ര വലിയ ടേസ്റ്റ് ഒന്നും തോന്നിയിട്ടില്ല. അതുകൊണ്ട് അവക്കാടോ തന്നെ ജ്യൂസ് ഒടിച്ചാലും ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ കൂടെ നല്ല മധുരമുള്ള ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഐസ്ക്രീമോ ഒക്കെ ചേർത്തടിക്കുന്നതായിരിക്കും കുടിക്കാൻ നമുക്കൊരു സുഖം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കില്ലേ.